ഇത്രയും നാൾ അമ്മയുടെ അടുത്ത് നിന്നിട്ട് സ്വന്തം വീട്ടിൽ വന്നപ്പോൾ ഉണ്ടല്ലോ എനിക്ക് രാവിലെ ഉറക്കം എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ലക്ഷണം എൻ്റെ ഈ മുഖത്ത് കാണുന്നത്. ഒട്ടും ഇഷ്ടമല്ലായിരുന്നു രാവിലെ ഉറക്കം എണീക്കുക. പിന്നെ എന്ത് ചെയ്യാം, എണീറ്റല്ലേ പറ്റുള്ളൂ. എണീറ്റിട്ട് ഇതേ കഞ്ഞി കിട്ടിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ചേട്ടൻ കുറച്ച് മീൻ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിലിരുന്ന വെജിറ്റബിൾസും ബാക്കി കറികളൊക്കെ ഇരുന്ന പാത്രം ഉണ്ടായിരുന്നു, അതിനെയൊക്കെ ഒഴിപ്പിച്ച് കഴുകാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിനെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ട് നേരെ ഹാളിലോട്ട് വന്നു. 2 കിറ്റ് നിറയെ തുണി ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം ഹാളിലെടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ചെന്ന് കിടന്ന് ഉറങ്ങിയത് ക്ഷീണം കൊണ്ട്. അതിനെല്ലാം ഞാൻ മടക്കി വെച്ചേ. എന്നിട്ട് അമ്മ കുറച്ച് വെജിറ്റബിൾസ് തന്നിട്ടുണ്ടായിരുന്നു, അതിനെല്ലാം ഞാൻ എടുത്ത് അങ്ങ് ഫ്രിഡ്ജിലോട്ട് കയറ്റി. പിന്നെ ഇത്രയും തുണികളായിരുന്നു കേട്ടോ മടക്കാനുണ്ടായിരുന്നു, എല്ലാം ഞാൻ മടക്കി വെച്ചു. അമ്മ ഇന്നലെ കുറച്ച് വാഴത്തട ഉണ്ടായിരുന്നല്ലോ, നമ്മൾ പോകാൻ നേരം കുറച്ച് അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഞാനത് കഴുകാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ച്. കഴുകി ഞാനതിനെ കടുക് വറുത്ത് ഇടുകയും ചെയ്തു കേട്ടോ. എന്നിട്ട് മീനൊക്കെ ഒന്ന് കഴുകി ഫ്രഷാക്കി ഞാനിത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ദോശയ്ക്കുള്ള മാവ് ഞാൻ കലക്കി വെച്ചു കേട്ടോ. എത്രയും പെട്ടെന്ന് ഞാനത് എല്ലാം ചരിഞ്ഞ് സെറ്റാക്കി ഇതാ എല്ലാം കുക്ക് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. പൊന്നൂസ് ഉറക്കണീറ്റ് വരുന്നുമ്പോൾ തന്നെ ഞാൻ എന്താ ചായ ഇട്ട് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ചോറ് വെച്ചു, കട്ടൻ ഇട്ടു, ദോശ ഉണ്ടാക്കി, ദോശ കറി ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ പെട്ടെന്ന്. പിന്നെ ഇതാ മീൻ ഫ്രൈ ചെയ്ത് തോരനൊക്കെ വെച്ചു കേട്ടോ. പിന്നെ നാരങ്ങ അച്ചാറുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഫ്രണ്ടും ബാക്കും ഒക്കെ ഇങ്ങനെ കരിയില കൂടി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. എത്ര ദിവസമായി തൂത്തിട്ട്, ഇത്രയും ദിവസം അമ്മേരെ അവിടെ ആയിരുന്നിട്ട് ഇവിടെ വന്നതല്ലേ, അപ്പോൾ ഇതിന് മാത്രം കരിയില ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഞാൻ തൂത്തത് അങ്ങ് അറ്റെന്താ തൂത്തുകൂട്ടി കത്തിക്കുകയും ചെയ്തു കേട്ടോ. എല്ലാം ചെയ്തിട്ട് വേഗം പോയി ഞാൻ പൊന്നൂസിനെ കുളിപ്പിക്കാനുള്ള വെള്ളം കൂടെ ചൂടാക്കി വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കും പൊന്നു എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാൻ.